ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയ്ക്ക് അവധി അനുവദിച്ചതായി ബ്ലാസ്റ്റേഴ്സ് ഔദ്യോഗിക പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുകയാണ്. ലൂണ സ്വന്തം നാടായ ഉറുഗ്വേയിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. കുഞ്ഞിന്റെ ജനനവുമായി ബന്ധപ്പെട്ടാണ് യാത്രയെന്നാണ് വിവരം. ഭാര്യ ഗർഭിണിയാണെന്ന് ലൂണ നേരത്തെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരുന്നു. ഈ സമയത്ത് കുടുംബത്തോടൊപ്പം ചേരുന്നതിനാണ് ടീമിൽ നിന്ന് താൽക്കാലികമായി മാറി നിൽക്കുന്നത്. ലൂണയുടെ 6 വയസ്സുള്ള മകൾ ജൂലിയേറ്റ 2 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടിരുന്നു. ശ്വാസകോശത്തെയും മറ്റ് ആന്തരിക അവയവങ്ങളെയും ബാധിക്കുന്ന സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന രോഗം മൂലം 2022 ഏപ്രിൽ 9 മരണം. ഇതിനുശേഷം ISL സീസണിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ ആദ്യ ഗോൾ നേടിയപ്പോൾ ലൂണ ഈ നേട്ടം മകൾക്ക് സമർപ്പിക്കുകയുണ്ടായി. അടുത്തയാഴ്ച ആദ്യം തന്നെ ലൂണ കൊച്ചിയിൽ തിരിച്ചെത്തി ടീമിനൊപ്പം ചേരുമെന്നും ബ്ലാസ്റ്റേഴ്സ് സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സെപ്റ്റംബർ 15 ഇന്ത്യൻ സൂപ്പർ ലീഗ് ഉദ്ഘാടന മത്സരത്തിന് മുന്നോടിയായി ലൂണ കൊച്ചിയിൽ മടങ്ങിയെത്തുമെന്നാണ് സൂചന. പഞ്ചാബ് FC ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. മഞ്ഞപ്പടയുടെ ഏറ്റവും പ്രധാന താരമായ ലൂണ കഴിഞ്ഞ ദിവസം മുഹമ്മദൻസിനെതിരായ സൗഹൃദ മത്സരത്തിൽ കളിച്ചിരുന്നില്ല. പ്രീ സീസൺ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഏകപക്ഷീയമായ 2 ഗോളിന് മുഹമ്മദൻസിനെ തോൽപ്പിച്ചിരുന്നു. ഇരു പകുതികളിലുമായി നോഹ സദയിയും യോഹൻബ മെയ്റ്റിയുമാണ് ഗോളുകൾ നേടിയത്. പശ്ചിമ ബംഗാളിലെ കല്യാണിയിലായിരുന്നു സൗഹൃദ മത്സരം അരങ്ങേറിയത്. അഡ്രിയാൻ ലൂണയുമായുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ കരാർ 2027 വരെയാണ്. ഈ വർഷമാണ് കരാർ പുതുക്കിയത്. കഴിഞ്ഞ 3 സീസണുകളിലായി ബ്ലാസ്റ്റേഴ്സിനായി കളിച്ചു വരികയാണ് അദ്ദേഹം. 53 മത്സരങ്ങളിൽ നിന്ന് 13 ഗോളുകൾ നേടിയിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ പരിക്കേറ്റ ലൂണയ്ക്ക് നിരവധി മത്സരങ്ങൾ നഷ്ടമായിരുന്നു. ലൂണയുടെ അഭാവത്തിൽ സീസണിന്റെ 2ാം പകുതിയിൽ ബ്ലാസ്റ്റേഴ്സ് കനത്ത തിരിച്ചടി നേരിടുകയും ചെയ്തു. പ്ലേ ഓഫിലെത്തിയെങ്കിലും മഞ്ഞപ്പടയ്ക്ക് സെമിയിലെത്താനായില്ല. ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചടികളിലൊന്നായിരുന്നു ലൂണയുടെ പരിക്ക്. ലൂണ ഇല്ലാതെ കളിച്ച മത്സരങ്ങളിൽ ആ കുറവ് പ്രകടമായിരുന്നു. മഞ്ഞപ്പടയിൽ ലൂണയ്ക്ക് പകരമാകാൻ ഇതുവരെ മറ്റൊരു താരത്തിനുമായിട്ടില്ല. നിലവിൽ 2024-2025 ISL സീസണിനായുള്ള തയ്യാറെടുപ്പിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. ബ്ലാസ്റ്റേഴ്സ് ഇത്തവണത്തെ സമ്മർ ട്രാൻസ്ഫറിൽ വമ്പൻ നീക്കങ്ങളും നടത്തിയിരുന്നു. വിദേശ താരങ്ങളെ സ്വന്തമാക്കുകയും സ്വദേശി താരങ്ങളെ വിൽക്കുകയും ചെയ്യുക മാത്രമല്ല, സ്വന്തം ക്ലബിലെ മറ്റു കളിക്കാരെ പുതിയ താവളങ്ങളിലേക്ക് അയക്കുകയും ചെയ്യുന്ന നയമാണ് പ്രീ സീസൺ ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സ് സ്വീകരിച്ചത്. ഈ സീസണിൽ മൊറോക്കൻ ഫോർവേഡായ നോഹ സദയിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും മികച്ച സൈനിങ്. 5 കളിക്കാരെ ലോൺ വ്യവസ്ഥയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റു ടീമുകൾക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. സ്വീഡിഷ് പരിശീലകനായ മൈക്കിൾ സ്റ്റാറയുടെ ശിക്ഷണത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്ന ആദ്യ സീസണാണിത്. ISLന് മുന്നോടിയായി നടന്ന 2024 ഡ്യൂറൻ കപ്പിൽ ക്വാർട്ടർ ഫൈനൽ വരെ എത്താനേ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിരുന്നുള്ളൂ. ഡ്യൂറൻ കപ്പിലെ പ്രകടനം നോക്കി ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്തു ചെയ്യുമെന്ന് വിലയിരുത്താൻ സാധിക്കില്ലെന്ന് മൈക്കിൾ സ്റ്റാറെ വ്യക്തമാക്കിയിരുന്നു. ഇത്തവണത്തെ ആദ്യ കളി ജയിച്ചു തുടങ്ങാൻ മഞ്ഞപ്പടയ്ക്കാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത്. ചിരവൈരികളായ ബംഗളൂരു FCക്കെതിരായ ആദ്യ പോരാട്ടം ഒക്ടോബർ 25 കൊച്ചിയിൽ വെച്ച് നടക്കും. അതുപോലെ എവേ പോരാട്ടം ഡിസംബർ 7 നടക്കാൻ പോകുന്നത്. മഞ്ഞപ്പട ആരാധകർ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെയാണ് ഈ മത്സരങ്ങളെ കാത്തിരിക്കുന്നത്. കഴിഞ്ഞ 10 സീസണിലും ISL കിരീടത്തിൽ എത്താൻ സാധിക്കാതിരുന്ന മഞ്ഞപ്പട ഇത്തവണ ആ ചരിത്രം തിരുത്തണം എന്ന അതിയായ വാശിയോടെയാണ് ഇറങ്ങുന്നത്.